പുതിയ പുതിയ പല ടെക്നോളജി, അങ്ങനെ നിർമ്മിത ബുദ്ധി വരെ. ഇതൊക്കെ മഹാന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മരങ്ങൾ സലാം ചൊല്ലി, കല്ലുകൾ സലാം ചൊല്ലി എന്നൊക്കെ പറഞ്ഞാൽ അതിലേക്കൊക്കെ ഇതുപോലെ തന്നെ ഒരു യന്ത്ര മനുഷ്യൻ സംസാരിക്കണത് പോലെ അതിന് സംസാരിക്കാനുള്ള അതിലേക്ക് അതിൻ്റെ ഒരു മാറ്റർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഇങ്ങോട്ട് സലാം ചെല്ലണം. ഇതൊക്കെ പഴയ കാലത്ത് ഉണ്ടായതല്ലേ. ആകാശത്ത് കൂടിയ പറക്കാം, ബഹിരാകാശത്ത് കൂടി സഞ്ചരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൻ്റെ ആ രാത്രിയിൽ സഞ്ചരിച്ചില്ലേ, പേടകങ്ങളൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ ലോകത്തുള്ള എല്ലാവരോടും സംസാരിക്കാൻ കഴിയുക, ലോകത്തുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുക. ഇതിനൊക്കെയുള്ള ടെക്നോളജി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആദം നബിൻ്റെ മക്കൾ അത് അള്ളാഹുവിൻ്റെ അമ്പിയാവ് ഔലിയാവ് അതിന് ഇലാഹിയാവുന്ന ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ട് അവർ ചെയ്തു. അവർക്ക് ഈ ലോകത്ത് എപ്പോൾ മഴ ഉണ്ടാവും റസൂലുള്ളാഹിക്ക് പ്രവചിക്കാൻ കഴിയൂലേ. എങ്ങനെ റസൂല പറഞ്ഞു, അതിൻ്റെതായ ഒരു പ്രത്യേക അതിനെ മനസ്സിലാക്കണ ഒരു കുവ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാധ്യമം അമ്പിയാക്കന്മാരുടെ കൈവശമുണ്ട്. അതാണ് വിശുദ്ധമാവുന്ന ഈമാൻ. ആ ഈമാനെ പ്രകാശിപ്പിച്ചെടുക്കുമ്പോൾ ഉണ്ടായിത്തീരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധത്തിലെന്ന് പറഞ്ഞു, തഹുബ്ബു ലൈലത റിഹു ശദീദ, ഇന്ന് ശക്തമായ കാറ്റടിച്ച് വീശും. ആ കാറ്റിൻ്റെ ഡിഗ്രീനെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശക്തമായ കാറ്റ് എന്ന് പറഞ്ഞു. ഫലാ യഖൂബന്ന അഹദ്, ഒരാൾ എണീച്ച് പുറത്തു പോകണ്ട. വല്യഖിൽ കുല്ലും ബഈറഹു, ഓരോരുത്തരും അവരെ ഒട്ടകത്തിനെ പിടിച്ച് കെട്ടിയിടട്ടെ എന്ന് പറഞ്ഞു. ഒരാൾക്ക് തോന്നി എന്താ പുറത്തു പോയി നോക്കിയാൽ എന്ന്. ഒരാൾ പുറത്തു പോയി അൽഖത്തുഹു റിഹു അലാ ജബലി തൊയ്യ് പർവ്വതത്തിൽ കാറ്റ് അദ്ദേഹത്തെ കൊണ്ടുകിട്ടുക. റസൂല പ്രവചിച്ചതുപോലെ കാറ്റടിച്ചു തന്നെ. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പ്രവചിക്കണം, അതിന് പ്രത്യേകത ഇല്ല. പക്ഷെ അതുപോലെ കാറ്റടിക്കും ചെയ്യുക, അടിക്കാതിരിക്കും ചെയ്യുക. മഴനെ സംബന്ധിച്ച് പ്രവചിച്ചാൽ അതുപോലെ പെയ്യും ചെയ്യുക, പെയ്യാതിരിക്കും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഴനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പ്രവചിച്ചു. ഇമാം മാലിക് റിവായത്ത് ചെയ്ത ഹദീസിലൊക്കെ കാണാം. അപ്പോൾ അങ്ങനത്തെ പല പ്രവചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുക മാത്രമല്ല, നബി അതിന് സിഫത്തിൽ കഅയിനുൻ ഉദിഖ, അത് സമൃദ്ധിയായി കൊണ്ടിട്ട് മഴ പെയ്യുന്നതായ ഒരു നദി പോലെയായിരിക്കും. അങ്ങനെ കാറ്റിൻ്റെ ഭാഗത്ത് അടിച്ചു വെക്കും. അപ്പോൾ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാലാവസ്ഥനെ പറ്റി നബി പ്രവചിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലുള്ള ഈ ഭൗതികമായി വികസിപ്പിച്ചെടുത്ത, ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്ത ടെക്നോളജി ഇല്ലാത്തതൽക്ക് റസൂലുള്ള പല ടെക്നോളജി ഉപയോഗിച്ചില്ലേ. അതെങ്ങനെ ഈമാനെ വളർത്തിയതുകൊണ്ടാണ്. മഹാനാവുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൽഖീസ് രാജ്ഞിയുടെ ആ കട്ടിലുണ്ടല്ലോ, സിംഹാസനം, അത് നിമിഷങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞു. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ. ആ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞ അഭിപ്രായമാണെന്ന്. ആ അഭിപ്രായം അനുസരിച്ച് അവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സാന്നിധ്യത്തിൽ ഈ കട്ടിലിനവിടെ നിമിഷങ്ങൾ കൊണ്ട് എത്തിക്കപ്പെട്ടു. ഇതെങ്ങനെ? അത് ഇന്നത്തെ പോലെ ടെക്നോളജി ഉണ്ടായിരുന്നോ? അപ്പോൾ ഇവിടെ ടെക്നോളജി പുതിയതനുസരിച്ച് പോകുക എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ തഖ്വ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ സംഗതി.